എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹെവൻ സപ്പോർട്ട് സെന്ററിൽ കൂടെ ഹീറോയിൻ നടന്നു വരുവാണ്. ഓപ്പോസിറ്റ് തന്നെ പ്രസിഡന്റ് നടന്നു വരുന്നുണ്ട്. ഈ പ്രസിഡന്റ് എന്ന് പറയുമ്പം നമ്മൾ ആദ്യം കണ്ടില്ലേ ഹീറോയിൻ ദൈവമായിട്ട് തെറ്റിദ്ധരിച്ച ആള്, അദ്ദേഹമാണ് പ്രസിഡന്റ്. പ്രസിഡന്റ് ഹീറോയിനെ വിളിച്ചുകൊണ്ട് ഒരു റൂമിൽ വരികയാണ്. ആ റൂമിൽ തന്നെ കുറെ ആൾക്കാർ മുഖത്ത് കണ്ണാടിയൊക്കെ വെച്ചിട്ട് എന്തോ കണ്ട് കരയുന്നുണ്ട്, ചിലര് ചിരിക്കുന്നുണ്ട്, ചിലര് സന്തോഷപ്പെടുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഹീറോയിനെ ഒരു ചെയറിൽ കൊണ്ടിരുത്തുകയാണ്. എന്നിട്ട് പ്രസിഡന്റ് ഈ റൂമിലിരുന്ന് നിങ്ങൾക്ക് ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ അനുഭവിച്ച വിഷമം, എല്ലാ കാര്യങ്ങളും, ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് ഒരു കണ്ണാടി എടുത്ത് തലയിൽ വെച്ച് കൊടുക്കുകയാണ്. ആ കണ്ണാടി വെച്ചതോടെ ഹീറോയിന്റെ കഴിഞ്ഞ കാലങ്ങളും അവൾ അനുഭവിച്ച ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യമായിട്ട് ഹീറോയിൻ കാണുന്നത് ഹീറോയിന്റെ കൂട്ടുകാരി ഹീറോയിനോട് എന്റെ അച്ഛൻ ഇന്നലെ നദിക്കര ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നത് കണ്ട്, അത് പ്രേതമാണെന്നാണ് പറയുന്നത്, അവിടെ മുങ്ങി മരിച്ച ഒരു പ്രേതം, അത് ചിലപ്പോൾ നിന്റെ അമ്മ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് ഹീറോയിൻ രാത്രി വരും ആ നദിക്കരയിൽ. അപ്പൊ നദിക്കരയിൽ അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രേതത്തിനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ആ പെൺകുട്ടി വെറുതെ പറഞ്ഞതായിരിക്കണം. സത്യം പറഞ്ഞാൽ ഹീറോയിന്റെ അമ്മ പണ്ട് വെള്ളത്തിൽ മുങ്ങി മരിച്ചെന്നാണ് ഹീറോയിനോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ വിഷമത്തിലാണ് അമ്മയെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ എവളിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഹീറോയിനെ കാണാത്തോണ്ട് അവളുടെ വീട്ടുകാരെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്താ കൊച്ചെ നീ നദിക്കര ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹീറോയിന് പെണ്ണ് കാണാൻ പറഞ്ഞു വിടുന്നതാണ്. ഹീറോയിന്റെ അടുത്ത് മുത്തശ്ശി, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും പൈസ ഉള്ള ചെറുക്കനെ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് തന്നെ എങ്ങനെയും അവനെ വളച്ച് കല്യാണം കഴിക്കണമെന്ന്. ഇതും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. ഹീറോയിൻ ഡേറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇവളെ പിറകിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണ്. ഇവള് വിളിച്ചിട്ട് വിളി കേൾക്കാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ടിൽ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയാണ്. ഹീറോ ഇവളോട് ഡേറ്റിന് വരുമെന്ന് ചോദിക്കുമ്പോൾ അയ്യോ സോറി ഇന്ന് എന്റെ ഡേറ്റാന്ന് പറഞ്ഞിട്ട് അവൾ പോവാൻ നിൽക്കുമ്പോൾ തന്നെ ബസ് വരുന്നുണ്ട്. ബസ്സിലല്ലേ ആ കോഫി ഷോപ്പിലോട്ട് പോകാൻ പറ്റൂ. ബസ്സിൽ കയറണേ മുമ്പ് ഹീറോയിനോട് ഫസ്റ്റ് ആരാണോ ആ കോഫി ഷോപ്പിൽ എത്തുന്നത്, ഞാനാ എത്തുന്നെങ്കിൽ നീ എനിക്കൊരു ഡേറ്റ് തരണം, നീയാ ഫസ്റ്റ് എത്തുന്നെങ്കിൽ നീ എനിക്ക് ഡേറ്റ് തരണ്ടെന്നും പറഞ്ഞ് ആ ബസ്സിന്റെ പിറകെ ഓടാൻ തുടങ്ങുകയാണ്. ഹീറോയിനെ കണ്ടപ്പം ഹീറോയിന്റെ മുഖം കാണുമ്പോഴെല്ലാം ഹീറോയിന് നല്ല സന്തോഷം വരികയാണ്. മുഖത്ത് ആ ചിരിയും ഉണ്ട്. അങ്ങനെ ബസ് അവിടെ ചെന്ന് ഹീറോയിൻ ആ കോഫി ഷോപ്പിൽ ചെല്ലുമ്പം അവിടെ ഒരാളിരിപ്പുണ്ട്. അദ്ദേഹം നല്ല പൈസ ഉള്ളതാണ്, എന്നാൽ പ്രായം കൂടുതലാണ്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാന്ന് പറയുന്നത്. പൈസ ഉള്ളപ്പം അതൊന്നും ഒരു വിഷയമല്ലല്ലോ. ഹീറോയിൻ ഇവിടെ വന്നിട്ടും ഹീറോ ഇതുവരെ വന്നിട്ടില്ല. അതായത് ആദ്യം എത്തിയത് ഹീറോയിനാണ്, ഹീറോ വന്നിട്ടില്ല. ഇനി അവന്റെ കൂടെ പോവോ ഡേറ്റിന് പോവോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഹീറോയിൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. പെണ്ണ് കാണാമെന്ന ആള് പറയുന്നത് കല്യാണ ജീവിതം എന്ന് പറയുമ്പം ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, കുട്ടികളെ വളർത്തുക, ഇതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു വിവാഹ ജീവിതം. എന്നാൽ ഇത് ഇങ്ങനല്ല. എന്നാൽ ഹീറോയിൻ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ആ കടയിലോട്ട് ഹീറോ ഓടി കയറി വരും. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുന്നിട്ട് അവിടെ ഇരുന്നൊരു വെള്ളം എടുത്ത് കുടിക്കും. എന്നിട്ട് അദ്ദേഹത്തിനോട് എന്നോട് ക്ഷമിക്കണം അങ്കിൾ എന്നാണ് പറയുന്നത്. കാരണം ഹീറോയെ വെച്ച് നോക്കുമ്പം ഒരുപാട് പ്രായമുണ്ട്. ഞാൻ ഇപ്പൊ ഈ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ലൈഫിൽ റിഗ്രറ്റ് അടിക്കേണ്ടി വരും. ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെന്നും പറഞ്ഞ് ഹീറോയിന്റെ മുമ്പിലോട്ട് കൈ നീട്ടുകയാണ്. എന്നിട്ട് അവളോട് നീ കണ്ണടച്ച് എന്റെ കൂടെ വന്നാൽ മാത്രം മതി, നിന്നെ ഞാൻ മായാലോകം കാണിക്കാന്നും പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഹീറോയിൻ കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കാണുമ്പോഴും ഹീറോയിന്റെ കണ്ണില്, അതായത് പ്രസന്റ് നിൽക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന ഹീറോയിന് നല്ല സന്തോഷമാവുന്നുണ്ട്. ഇതെല്ലാം അവളുടെ ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു. അടുത്ത സീനില് ഹീറോയിൻ ഓടി പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ വീഴുന്നുണ്ട്. വീണ്ടും എണീറ്റ് ഓടി നേരെ ഹോസ്പിറ്റലിലാണ് വരുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഹീറോ ആക്സിഡന്റ് ആയിട്ട് നടക്കാൻ പറ്റാതെ കിടക്കുകയാണ്. ഇത് കണ്ട ഹീറോയിൻ ആദ്യം വിശ്വസിക്കില്ല. അതങ്ങനല്ലേ, അല്ലേലും ഇത് നിങ്ങൾ എന്നെ പ്രാങ്ക് ചെയ്യുന്നതാന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ. ഹീറോയിൻ അറിയാം അത് ആക്സിഡന്റ് പറ്റിയതാണെന്ന്, പക്ഷെ ഒരു മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഹീറോയിൻ കാണുകയാണ്. മുടിയനെ കിട്ടിയതും, മുടിയനെ നോക്കി വളർത്തിയതും, സ്കൂളിൽ വിട്ടതും, ഇത്രയും നാള് ആൾക്കാരുമായിട്ട് വഴക്ക് കൂടിയതും, പൈസ കളക്ട് ചെയ്യാൻ പോയതും, എല്ലാ കാര്യങ്ങളും അതുവഴി കാണാൻ പറ്റുന്നുണ്ട്. എന്താ പറയാ, ഒരു ഇമോഷന്റെ റോളർ കോസ്റ്റർ തന്നെ പറയാം. അതിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ സ്റ്റാഫ് വന്ന് ആ കണ്ണാടി തലേന്നെടുത്ത് മാറ്റുന്നുണ്ട്. ഹീറോയിൻ നന്നായിട്ട് കരയുന്നുണ്ട് കേട്ടോ. നല്ല വിഷമമായിട്ടുണ്ട്. ഇത് കാണുന്ന പ്രസിഡന്റ് ഹീറോയിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ജീവിതാമ്പം ഇങ്ങനെയാണ്, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം കാണും, ഒരു വിഷമം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം കാണും, അതുകൊണ്ട് നിങ്ങൾ വിഷമപ്പെടാൻ പാടില്ല, ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നും പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഹീറോയിനെയും വിളിച്ചുകൊണ്ട് വേറൊരു റൂമിൽ വരികയാണ്. അവിടെ തെറാപ്പിയാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ശരീരം വേദന ഉണ്ടെങ്കിൽ ശരീരത്തിന് മസാജ് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് കോംപ്ലിമെന്റ് വേണമെങ്കിൽ അവിടെ ചെന്നാൽ അവിടെ നിന്ന് കോംപ്ലിമെന്റ് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിരാശ അല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ ഹൃദയത്തിന് വേണ്ടി തെറാപ്പി ഉണ്ട്. പക്ഷെ സത്യം പറഞ്ഞ വിഷമം ഹൃദയത്തിൽ നിന്നല്ല വരുന്നത്, പക്ഷെ നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. ഇതെല്ലാം തലച്ചോറിന്റെ ഓരോരോ കളികളാണ്. എന്തായാലും ഹൃദയത്തിന് തെറാപ്പി ഉണ്ടെന്നാണ് പറയുന്നത്. അവസാനം ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഹീറോയിൻ താഴെ ഇറങ്ങി വരുമ്പോൾ ഹീറോ അവിടെ നിപ്പുണ്ട്. ഹീറോ എന്താ പറയുന്നതെന്ന് അറിയാമോ? കൈ നീട്ടി വെച്ചിട്ട് എന്റെ കൂടെ വരുവാണെങ്കിൽ നിനക്ക് ഞാൻ മായാലോകം കാണിച്ചു തരാന്ന്. ഇതും പറഞ്ഞ് ഹീറോയിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അവർ പോകുന്ന വഴിക്ക് തന്നെ ഒരു മഴവില്ല് ഫോം ആവുന്നുണ്ട് അവിടെ. അതായത് മഴവില്ല് പൊങ്ങി വരുന്ന
വരുന്നുണ്ട്. ആ മഴവില്ലിൽ കൂടെ തന്നെ കുറെ പട്ടിക്കുട്ടികൾ ഓടി ഓടി വരുന്നുണ്ട്. അതായത് മരിച്ചുപോയ പട്ടിക്കുട്ടികൾ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലോട്ട് വരികയാണ്. ഈ പട്ടിക്കുട്ടികളെല്ലാം ഓരോരോ ഓണേഴ്സിന് കൊടുക്കുന്നത് സപ്പോർട്ട് സെന്ററിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ഓരോ അനൗൺസ്മെന്റ് വിളിച്ച് പറയുന്നുണ്ട് ഇതിന്റെ ഓണേഴ്സിന്. ചിലപ്പോൾ ഇതിന്റെ ഓണേഴ്സ് ആദ്യമേ മരിച്ചിട്ട് വന്നവരുണ്ടാവാം, ഇല്ലെങ്കിൽ പട്ടിക്കുട്ടികൾ ആദ്യം മരിച്ചിട്ട് രണ്ടാമത് ഓണേഴ്സ് വരുന്ന ആൾക്കാരും ഉണ്ടാവും. എങ്ങനെയായിരുന്നാലും ഓണേഴ്സിന് ഈ പട്ടിക്കുട്ടികളെ കിട്ടിയിരിക്കും. അതാണ് സ്വർഗം. പട്ടിക്കുട്ടികൾ ഓണേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പം ഓണേഴ്സിനും പട്ടിക്കുട്ടികൾക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുറെ നാൾ കാണാതിരുന്നതല്ലേ. ഇതൊക്കെ കണ്ട് സന്തോഷപ്പെട്ട് ഹീറോയിനും അതുവഴി നടന്നു പോകുന്നുണ്ട്. ആ മഴവില്ലിൽ കൂടെ പട്ടിക്കുട്ടികൾ ഓടിപ്പോകുന്നത് ഇവർക്ക് കാണാനും പറ്റുന്നുണ്ട്. ഈ നേരം ഹീറോയിനോട് നീ വിഷമപ്പെട്ടിരിക്കാൻ പാടില്ല, സ്വർഗത്തിലുള്ള എല്ലാ ആൾക്കാരും സന്തോഷപ്പെട്ട് വേണം ഇരിക്കാൻ. അതുപോലെ തന്നെ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല നീ സന്തോഷിക്കേണ്ടത്. നീ നിന്റേതായ രീതിയിൽ സന്തോഷിക്കണം. നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നീ സന്തോഷം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഹീറോയിനെ ആശ്വസിപ്പിച്ച് വീട്ടിൽ വിളിച്ചോണ്ട് വരികയാണ്. വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് അവിടെ എന്തോ ബോർഡിൽ ഇവനെന്തോ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അവിടെ ഒരു പെൺകുട്ടിയാണ് കേട്ടോ നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഹീറോയിന് ദേഷ്യം വരികയാണ്. ഹീറോയിന്റെ പോക്കറ്റിനകത്ത് മറ്റേ ഒരു മെഷീൻ ഇല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഹീറോയിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് പറയുകയാണ്, ഇതാണോടാ നാറി നിന്റെ സർപ്രൈസ്, എന്നെ പറ്റിക്കാൻ നോക്കുന്നു, ചെറുപ്പമായിട്ടുള്ള ഒരു പെൺകുട്ടീനെ വിളിച്ചോണ്ട് വന്ന് എന്നെ നീ ഒഴിവാക്കാൻ നോക്കുന്നു. ഹീറോ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല, ഞാൻ അവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ലെന്ന്. എന്നാൽ ആ പെൺകുട്ടി ഓടി വന്ന് ഹീറോയിനെ കെട്ടിപ്പിടിക്കും. ഇത് കണ്ടതോടെ ഹീറോയിന് ദേഷ്യം വരികയാണ്. രണ്ടിന്റെ മുടിക്ക് കുത്തിന് പിടിച്ച് കറക്കുകയാണ് അവിടെ ഇട്ട്. സ്വർഗത്തിലൊരു നിയമമുണ്ട്, ആൾക്കാർ ആരെ ചീത്ത വിളിക്കാനും പാടില്ല, മുടിക്ക് കുത്തി പിടിക്കാനും പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും ഹീറോയിൻ ചെയ്യുന്നുണ്ട്. ചീത്ത വിളിക്കുന്നുണ്ട്, മുടിക്ക് കുത്തി പിടിക്കുന്നുമുണ്ട്. പിന്നീട് രാത്രിയാകുമ്പോൾ ഹീറോയിനെയും ആ പെൺകുട്ടീനെയും വിളിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഹീറോ ഭൂമിയിൽ ജോലിക്ക് വരും കേട്ടോ. സ്വർഗത്തിലായിരുന്നാലും അവനൊരു പോസ്റ്റ്മാൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള ആൾക്കാരുടെ ലെറ്റർ എടുക്കാനായിട്ട് ഭൂമിയിൽ ചെല്ലും. എന്നിട്ട് സ്വർഗത്തിലോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ട്രെയിനിലായിരുന്നു വന്നോണ്ടിരുന്നത്. ആ സമയത്താണ് ഈ പെൺകുട്ടീനെ കണ്ടുമുട്ടിയിട്ടുള്ളത്. അങ്ങനെ ഹെൽ സ്റ്റേഷൻ, അതായത് നരകത്തിലോട്ട് പോകുന്ന ഒരു സ്റ്റേഷനുണ്ട്. അവിടെ ചെന്നപ്പം നരകത്തിലോട്ട് പോകേണ്ട പെൺകുട്ടീനെ എവനാണ് പിടിച്ചു നിർത്തിയത് നരകത്തിലോട്ട് പോവാതിരിക്കാനായിട്ട്. പിന്നെ ഒരു നിയമമുണ്ട്, ഇങ്ങനെ പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ട്രെയിനിൽ പോകുന്ന വേറെ ആൾക്കാരുടെ മുഖത്ത് നോക്കിക്കൂടെന്നാണ്. എന്നാൽ ഹീറോ ആ പെൺകുട്ടീനെ നോക്കി ഒന്ന് ചെറുതായിട്ട് നോക്കിയായിരുന്നു. ജസ്റ്റ് കണ്ണും നോക്കി നിൽക്കൂലേ, അതുപോലെ. മേ ബി ഇൻഫാക്ച്വേഷൻ ആയിരിക്കാം. എന്തായാലും ഹീറോയാണ് ആ പെൺകുട്ടീനെ നരകത്തിൽ പോവാതെ പിടിച്ചു നിർത്തിയത്. പക്ഷേ നരകത്തിൽ പോകേണ്ട പെൺകുട്ടീനെ സ്വർഗത്തിൽ കൊണ്ടുവന്ന എന്താ പറ്റുക, അവൾക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. അവൾക്ക് ആകെ ഓർമ്മയുള്ളത് ഹീറോനെ മാത്രമാണ്, ഹീറോ രക്ഷിച്ച കാര്യം മാത്രമാണ്. അതുകൊണ്ടാണ് ഹീറോനെ തേടി ഇവിടെ വന്നേക്കുന്നത്. ഹീറോയിന് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ചെറുപ്പമായിട്ടുള്ള ഒരു പെൺകുട്ടി ഇവിടെ വന്ന ഹീറോനെ അടിച്ചെടുക്കോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ നല്ല ദേഷ്യവും വൈരാഗ്യവും പേടിയൊക്കെ ഉണ്ട്. ഇവരിതെല്ലാം സംസാരിച്ച് കഴിഞ്ഞ് ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഹീറോ ഒരു റൂമിൽ വരികയാണ്. അവിടെ വേറെ റൂമൊന്നുമില്ല, 2 റൂമേ ഉള്ളൂ. ഒരു റൂമിൽ ഹീറോയിനും കിടക്കുന്നുണ്ട്, അടുത്ത റൂമിൽ ഹീറോയിൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ പെൺകുട്ടിക്ക് കിടക്കാൻ റൂമില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോർ റൂമാണ് കൊടുക്കുന്നത്. എന്തോ ഷീറ്റും തലേണയൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പെൺകുട്ടി ക്ഷമ ചോദിക്കുന്നുണ്ട്, ഞാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയായിട്ട് തെറ്റിയെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഹീറോ പറയുന്നത് കല്യാണ ജീവിതം ആകുമ്പം അത് സർവ്വസാധാരണമാണ്, അതൊന്നും സാരയില്ല, നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നാണ്. ഇതും പറഞ്ഞ് അവൻ പുറത്തിറങ്ങി വരുമ്പം ഹീറോയിൻ ആ വാതിലിന്റെ പുറത്ത് തന്നെ നിൽപ്പുണ്ട്. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടല്ലേ ഇറങ്ങി വന്നേക്കുന്നത്. ഹീറോയിൻ ഇഷ്ടപ്പെടുവോ? ഹീറോയിൻ ദേഷ്യപ്പെട്ട് അവനെ പിടിച്ചോണ്ട് വന്ന് വഴക്ക് പറയാണ്. കുറെ വഴക്ക് പറയുന്നുണ്ട്, നീ എന്താടാ ഇങ്ങനെ വയസ്സായിട്ടുള്ള എന്നെ കളയാൻ കൊണ്ടുവന്നയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ഹീറോ എങ്ങനെയൊക്കെയോ ഹീറോയിനെ കൂളാക്കാണ്. ഞാൻ പോയി കട്ടില് റെഡിയാക്കാന്നും പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് നൈസിന് എസ്കേപ്പ് ആവുകയാണ്. ഇത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ഹീറോയിൻ കിടന്നുറങ്ങാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അവൾക്ക് നല്ല പേടിയുണ്ട്, ദേഷ്യമുണ്ട്. എന്താ പറയാ, ഇത്രയും നാൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും നാൾ നോക്കി വളർത്തിയ ഭർത്താവ് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ ഉറക്കം കിട്ടുന്നില്ല. ഉറക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ കുറച്ചു നേരം TV ആണെന്ന് പറഞ്ഞു ഹാളിൽ ഇറങ്ങി വരുമ്പം അവിടെ ഒരാളിരുന്ന് ആൾറെഡി TV കാണുന്നുണ്ട്. ആരായിരിക്കും? അതെ, ആ പെൺകുട്ടി തന്നെ. ആ പെൺകുട്ടിക്ക് നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ പേരിടാം. ഇപ്പം വേണ്ട, ഹീറോയിൻ തന്നെ ആ പെൺകുട്ടിക്ക് പേരിടും. ഹീറോയിനെ കണ്ടതോടെ ആ പെൺകുട്ടി പേടിച്ച് മാറുകയാണ്. ഞാൻ നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാതെ ടിവിയുടെ ശബ്ദം കൂട്ടി വെച്ചോന്ന് ചോദിച്ചിട്ട് ഹീറോയിൻ ഇതിനൊന്നും മറുപടി പറയുന്നില്ല. രൂക്ഷമായിട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മിരട്ടി അവിടെ നോട്ടിക്കുകയാണ്. പിന്നീട് ഹീറോയിൻ വന്നിരുന്ന് TV കാണുന്നുണ്ട്. ആ TVയിൽ വലുതായിട്ടൊന്നും കാണാനൊന്നുമില്ല. കുറെ നരകത്തിന്റെ വീഡിയോയും സ്വർഗത്തിന്റെ വീഡിയോയും പിന്നെ ലോട്ടറിയുടെ വീഡിയോയും, ഇത് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പൊ സ്വർഗത്തിലും ലോട്ടറി ഉണ്ട്. സത്യം പറഞ്ഞാൽ ലോട്ടറി ഒരു സ്കാം അല്ലേ, അതെങ്ങനെ സ്വർഗത്തിൽ വരും? പിന്നെ ഹീറോയിന് നല്ല ഇൻസെക്യൂരിറ്റി ഉണ്ട്. അതായത് ഹീറോയിൻ വയസ്സായി, അതുകൊണ്ട് ഭർത്താവിന് ഇനി എന്നെ വേണ്ട. ആ പെൺകുട്ടി ചെറുപ്പമായതുകൊണ്ട് തന്നെ ഹീറോ ആ പെൺകുട്ടിയുടെ കൂടെ പോയാലോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ടാണ് ഹീറോയിൻ ഇങ്ങനെ പെരുമാറുന്നത്. ഇത് കഴിഞ്ഞ് പിറ്റേന്ന് ഹീറോയിൻ അവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് ലാസ്റ്റ് മിറ്റം തൂക്കം ഇറങ്ങുകയാണ്. അവിടെ ചെന്ന് തൂക്കുമ്പം അവൾക്ക് എന്തോ ഒരു പർപ്പിൾ കളർ ഒരു സാധനം കിട്ടുന്നുണ്ട്. അതെടുത്ത് നോക്കുമ്പം ഹീറോയിൻ ചീത്ത വിളിച്ചതും ഹീറോയിൻ ആ പെൺകുട്ടിയുടെയും ഹീറോയിന്റെ മുടി പിടിച്ച് വലിച്ചതും ചെറിയ തെറ്റ് ചെയ്തതുകളൊക്കെ അതിനകത്ത് റെക്കോർഡഡ് ആയിട്ട് താഴെ വന്ന് വീഴുന്നുണ്ട്. ഈ നേരമാണ് ഹീറോ അങ്ങോട്ട് വരുന്നത്. ഹീറോന്റെ അടുത്ത് ഇതെന്താന്ന് ചോദിക്കുമ്പോഴാണ് ഹീറോ പറഞ്ഞു കൊടുക്കുന്നത് ഇത്
വേറൊന്നുമല്ല, സ്വർഗത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ അവരുടെ വീട്ടിന്റെ മുറ്റത്ത് ഇത് വന്ന് വീഴും. അതുപോലെ തന്നെ വീട്ടിലൊരു മരമുണ്ട്, ആ മരത്തിൽ ഇത് തൂക്കിയിടാനായിട്ട് ഒരു സംഭവമുണ്ട്. മൊത്തത്തിൽ 6 തെറ്റേ സ്വർഗത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് കഴിഞ്ഞ് നരകത്തിൽ പോകും. ഇപ്പൊ മൊത്തത്തിൽ 4 തെറ്റ് ഹീറോയിൻ ചെയ്തിട്ടുണ്ട്, ഇനി ആകെ 2 തെറ്റുകൂടെ ചെയ്താൽ എന്തായാലും നരകത്തിൽ പോകും. ഇത് ഹീറോ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന നേരം തന്നെ ആ പെൺകുട്ടി അങ്ങോട്ട് വരികയാണ്. ആ പെൺകുട്ടി വന്നതോടെ എനിക്കൊരു പേര് വേണമെന്നാണ് പറയുന്നത്. ഇത് കേട്ട ഹീറോയിൻ നിനക്ക് മുന്തിരി എന്ന് പേരിടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവളോട് സംസാരിക്കുകയാണ്. എന്നാൽ അവൾക്ക് സന്തോഷമാവുകയാണ്, ആ മുന്തിരി നല്ല പേരാ. ഇതും കേട്ട് അവൾ സന്തോഷപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഹീറോയിന് വീണ്ടും വിഷമവും ദേഷ്യവും വരികയാണ്. അവൾക്ക് മുന്തിരി എന്ന് പേരിടാൻ കാരണം അവളുടെ കയ്യിലിരിക്കുന്ന പർപ്പിൾ സാധനം ഇല്ലേ, അത് മുന്തിരി പോലാണ് ഇരിക്കുന്നത്, അത് വെക്കാനുള്ള സ്റ്റാക്കും മുന്തിരി പോലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് മുന്തിരി എന്ന് പേരിട്ടത്. ഇപ്പൊ ഹീറോയിന് നല്ല ദേഷ്യം വന്നിട്ട് ഹീറോയിനോട് ഈ സാധനത്തിന് എവിടെയെങ്കിലും പിടിച്ചോണ്ട് പോയി കളഞ്ഞോണം, ഇനി ഞാൻ അവളെ ഇവിടെ കാണാൻ പാടില്ല, പിടിച്ചോണ്ട് കളഞ്ഞോണമെന്നും പറഞ്ഞ് മിരട്ടുകയാണ്. ഇത് കേട്ട് പേടിച്ച് ഹീറോ അവളെയും പിടിച്ചോണ്ട് എർത്ത് ഹെവൻ സെന്ററിൽ പോവുകയാണ്. എർത്ത് ഹെവൻ സെന്റർ തെറ്റല്ലേ, അത് ഹെവൻ സപ്പോർട്ട് സെന്റർ അല്ലേ. ഹീറോ അവളെ സപ്പോർട്ട് സെന്ററിൽ കൊണ്ട് ഇരുത്തി ഫുഡ് എടുത്ത് കൊടുക്കുകയാണ്. ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോ ദൂരോട്ട് അങ്ങോട്ടോ പോകുന്നുണ്ട്. ഞാനിപ്പോ ഇത് റെഡിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പോയ ഉടനെ മറ്റേ പട്ടിക്കുട്ടികൾ അങ്ങോട്ട് വരികയാണ്. മറ്റേ മാസ്റ്റേഴ്സ് ഇല്ലാത്ത 3 പട്ടിക്കുട്ടികൾ. അവന്മാര് വന്നിട്ട് ഈ പെൺകുട്ടിയോട് നീ ഏതാ ബ്രീഡ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പട്ടിക്ക് മണം പിടിക്കാൻ നല്ല കഴിവുണ്ട്. ആ പട്ടിക്ക് മനസ്സിലായി ഇവള് സ്വർഗത്തിൽ വരേണ്ടതല്ല, സ്വർഗത്തിന്റെ മണം അല്ല എന്ന്. പക്ഷെ ഇവള് പട്ടിയല്ലല്ലോ. അവന്മാർക്ക് ഇതുവരെ മനസ്സിലായില്ല ഇത് പട്ടിയല്ല എന്നുള്ള ഒരു കാര്യം. ഈ നേരം ഹീറോന്റെ കൂട്ടുകാരനെ വന്ന് കാണാണ്. എന്നിട്ട് ഈ കാര്യം പറയാണ്, എടാ ഞാനൊരു കാര്യം കേട്ടു, ഒരു പെൺകുട്ടി നരകത്തിൽ പോവാനുള്ളതായിരുന്നു, പക്ഷെ സ്വർഗത്തിലോട്ട് വന്ന് എങ്ങനെയൊക്കെ. പക്ഷെ ഹീറോ ഈ പെൺകുട്ടി അവന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നില്ല. ഇനി അറിഞ്ഞ ഈ പെൺകുട്ടീനെ നരകത്തിലോട്ട് പറഞ്ഞു വിട്ടാലോ, അതുകൊണ്ട് പറയുന്നില്ല. ഇത് കേട്ട കൂട്ടുകാരൻ, എടാ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം, പക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് കിട്ടാൻ പോകുന്നത് നരകത്തിനെ കാട്ടിയും വലിയ ശിക്ഷയായിരിക്കും. നരകത്തിൽ എന്തുമാത്രം ശിക്ഷ അനുഭവിക്കുന്നോ അതിന്റെ ഇരട്ടി ഇവിടെ അനുഭവിക്കേണ്ടി വരും, നല്ല വേദനയായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കും. ഈ നേരം മറ്റേ പട്ടിക്കുട്ടികളെല്ലാരും കൂടെ ഒരു പ്ലാൻ ഇടുകയാണ്. ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ആൾക്കാർ നരകത്തിലായിരിക്കും പോകുന്നത്, അതുകൊണ്ട് തന്നെ ഈ സ്വർഗത്തിൽ തന്നെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് നരകത്തിലോട്ട് പോയി അവിടുത്തെ ആൾക്കാരെ പണിഷ്മെന്റ് ചെയ്യാന്നാണ് ഇവര് പ്ലാൻ ഇടുന്നത്. അതായത് പട്ടിക്കുട്ടികളെ ദ്രോഹിച്ചുകൊണ്ട് ഇവരെ കുറെ മനുഷ്യരെ ദ്രോഹിച്ചിട്ടുണ്ട്, അവരെല്ലാം നരകത്തിൽ കാണും. പിന്നെ ഈ പെൺകുട്ടിയും കൊണ്ട്, അതായത് മുന്തിരിയും കൊണ്ടുപോയി ഇവരെ ദ്രോഹിച്ച ആൾക്കാരെ എല്ലാരെയും പണിഷ്മെന്റ് ചെയ്യാന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പട്ടിക്കുട്ടികൾ മുന്തിരിയോട്, നിന്നെ അയാൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതാ, ഇനി ഒരിക്കലും വരത്തില്ല, ഞങ്ങളെ ഇങ്ങനെ ആയിരുന്നു, എല്ലാരും പറ്റിക്കും, മനുഷ്യരെല്ലാരും കള്ളന്മാരാണ്. എന്നാൽ ഹീറോ ഇവിടെ തിരിച്ചിറങ്ങി വരുമ്പം എന്തോ ഒരു കറുത്ത സാധനം സ്പീഡിൽ പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, കൂട്ടുകാരനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, അതായത് നരകത്തിൽ വരാതെ സ്വർഗത്തിൽ വന്നാലുള്ള പ്രശ്നം. അത് പറഞ്ഞപ്പോൾ നമ്മളെ കാണിച്ചത് പ്രസിഡന്റിന്റെ ചുറ്റും കുറെ കറുത്ത പ്രേതോ എന്തോ ഒരു സാധനങ്ങൾ ഉള്ളത് കണക്കാണ്. എന്താണെന്നറിയില്ല. ഇനി പ്രസിഡന്റ് നരകത്തിൽ പോകേണ്ട ആളായിരുന്നു. എനിവേ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാൻ ബാക്കി. ഇത് കണ്ട് പേടിച്ച ഹീറോ പെട്ടെന്ന് തന്നെ മുന്തിരിനെ ഇരുത്തിയെടുത്ത് ചെന്ന് നോക്കുകയാണ്. എന്നാലും മുന്തിരീനെ അവിടെ കാണാനില്ല. അവൾ അവിടെ തിരയുമ്പോൾ അവൾ പിറകിൽ നിന്ന് വിളിക്കുകയാണ്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ പട്ടിക്കുട്ടികളൂടെ അവൾ നരകത്തിൽ പോയിട്ടില്ല. ഇത് കഴിഞ്ഞ് മുന്തിരിയും ഹീറോയും കൂടെ വീട്ടിൽ വരുമ്പോൾ ഹീറോയും നോക്കുമ്പോൾ മുന്തിരിയും കൂടെ ഉണ്ട്. ഇത് കാണുമ്പോൾ അവൾക്ക് ആകെ ദേഷ്യം വരികയാണ്. ഹീറോനെ കൊണ്ടു നിർത്തി ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്, എന്താ അവളെ കൊണ്ട് കളയാത്തേന്നുള്ളത്. അവൻ പറഞ്ഞു കൊടുക്കുകയാണ്, അവൾ നരകത്തിൽ പോകേണ്ട കുട്ടിയായിരുന്നു, ഞാനാണ് പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുവന്നത്, ഇപ്പൊ ഞാൻ അത് ആലോചിച്ച് റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്താരോ കോണിംഗ് ബെൽ അടിക്കുകയാണ്. ചെന്ന് നോക്കുമ്പം ഹെവൻ സപ്പോർട്ടിൽ നിന്ന് വന്ന ആളാണ്. അതായത് ഹീറോയിൻ 4 തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഓറിയന്റേഷൻ ഉണ്ട് ഇനി തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് വന്ന ആളാണ്. ഈ സ്വർഗത്തിൽ 100 വർഷമായിട്ട് അദ്ദേഹം അവിടെ ഉണ്ട്. ഇപ്പൊ 100 വർഷം കഴിഞ്ഞിട്ടാണ് ഒരാൾ 4 തെറ്റ് ചെയ്യുന്നത് അദ്ദേഹം കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നീട് പിറ്റേന്ന് രാവിലെ ഹീറോയിൻ ഓറിയന്റേഷന് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് സാധാരണ ഓറിയന്റേഷന് വേറെ ആൾക്കാരാണ് ഓറിയന്റേഷൻ എടുക്കാറ്. എന്നാൽ ഹീറോയിൻ വയസ്സ് ആയതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ആണ് ഇപ്രാവശ്യം ഓറിയന്റേഷൻ എടുക്കുന്നത്. പ്രസിഡന്റ് പാവമാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ മുത്തശ്ശി ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹീറോയിനെ. പക്ഷെ ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്താൽ സ്വർഗത്തിൽ പോകില്ല, നരകത്തിലോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ക്ഷമ ചോദിക്കാനായിട്ട് നമ്മുടെ ഇവിടത്തെ പോലെ പള്ളി, അമ്പലം, ചർച്ച് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയി ഏത് ദൈവത്തിനെയാണോ ഇഷ്ടം ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കാന്നും പറയുന്നുണ്ട്. നല്ലൊരു സ്കീമാണ്. അങ്ങനെ ഇത് കേട്ട് മനസ്സിലാക്കിയ ഹീറോയിൻ ആ പള്ളിയിൽ ചെല്ലുകയാണ്. അതായത് അവള് തെരഞ്ഞെടുത്തേക്കുന്നത് ചർച്ചാണ്. അവിടെ ഒരു പാസ്റ്റർ ഉണ്ട് കേട്ടോ, പള്ളിയിലച്ചൻ. ആ പള്ളിയിലച്ചൻ ഓരോ ക്ലാസ് എടുക്കുമ്പം അതിന്റെ ഇടയിൽ ഓരോ ചോദ്യം ചോദിക്കുകയാണ്. നരകത്തിൽ ഇങ്ങനെയാണോ, ഇവിടെ അമ്പലം ഉണ്ടോ, അമ്പലം എവിടാ, ബുദ്ധനുണ്ടോ ഇവിടെ, അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. എന്നാ പിന്നെ നിങ്ങൾക്ക് ബുദ്ധനെ വേണമെങ്കിൽ അപ്പുറത്തെ ടെമ്പിളിൽ പോകണം, എന്തിനാ ചർച്ചിലോട്ട് വന്നതെന്ന് പറഞ്ഞ് പാസ്റ്റർ ദേഷ്യപ്പെടുകയാണ്. വലുതായിട്ട് ദേഷ്യപ്പെടാനൊന്നും പറ്റത്തില്ല, ഇത് സ്വർഗമാണ്, പണി കിട്ടും. പിന്നീട് ഹീറോയിൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പാസ്റ്റർ വീണ്ടും ക്ലാസ് എടുക്കുകയാണ്. അതായത് ബൈബിൾ വാക്യങ്ങൾ ചെല്ലുകയാണ്, പാപങ്ങൾ ഒഴിവാക്കി കളയാനായിട്ട്. എന്നാൽ ഇത് കേട്ടതോടെ ഹീറോയിൻ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. ലാസ്റ്റ് പള്ളിയിലച്ചൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും വാക്യങ്ങൾ ഉച്ചരിക്കുകയാണ്. കുറെ നേരം
സംസാരിച്ച് കഴിയുമ്പോൾ ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. അയ്യോ എന്നെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ട് ഞെട്ടുന്നുണ്ട് പാസ്റ്ററും. പിന്നീട് ഇത് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രസ് കാർഡ് ഉണ്ട്, അതിനകത്ത് സിഗ്നേച്ചർ ഇട്ട് കൊടുക്കണം, അതായത് അച്ച് പതിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഹാഫ് അച്ചേ കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്നറിയാമോ, പള്ളിയിൽ ഇരുന്ന് ഉറങ്ങി. ഇത് കണ്ടപ്പം ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഹീറോയിൻ അച്ഛനെ ചെറുതായിട്ട് ചീത്ത വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അച്ഛൻ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾക്ക് അമ്പലമല്ലേ ഇഷ്ടം, അമ്പലത്തിലോട്ട് പൊയ്ക്കോന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ഈ നേരം ഇവിടെ ഹീറോയും മറ്റേ മുന്തിരിയും അടുക്കളയിലിരുന്ന് എന്തോ ചെയ്യാണ്. അന്നേരം മുന്തിരിക്ക് ഒരു ഡൗട്ട്, ഇനിയിപ്പം എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് കാരണമാണോ എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് തൊട്ടടുത്തൊരു പാൻ ഉണ്ടായിരുന്നു, അതെടുത്ത് സ്വന്തം തലയ്ക്കങ്ങ് അടിക്കുകയാണ്. കാരണം ഇനി തലയിൽ വല്ല അടി കിട്ടിയിട്ടാണെങ്കിലോ ഓർമ്മ പോയത്, അതുകൊണ്ട് വീണ്ടും അടി കിട്ടിയ ഓർമ്മ വരുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ലാസ്റ്റ് അവളുടെ ബോധം പോവാണ്. പിന്നീട് രാത്രി ആകുമ്പോൾ ഹീറോയിൻ തിരിച്ചു വരുന്നുണ്ട്. ഹീറോയിൻ തിരിച്ചു വരുമ്പോൾ മുത്തയെ ഞാൻ വീട്ടിൽ വന്നെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് മുന്തിരിയാണ്. മുന്തിരി കെട്ടിപ്പിടിച്ചത് ഇഷ്ടപ്പെടുന്നില്ല. ഹീറോ അവിടെ വന്ന് നോക്കുന്നുണ്ട് ഇതൊക്കെ. ഹീറോ എന്ത് ചെയ്യാനാ, ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന ഹീറോയിനെ വിളിച്ച് റൂമിൽ വന്ന് അവനെ വഴക്ക് പറയാണ്. നിങ്ങൾ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത്, ഒരു പ്രായം കുറഞ്ഞ പെൺകുട്ടീനെ കണ്ടപ്പം എന്നെ വേണ്ടാതായെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയാണ്. അതുപോലെ ഇനി നിങ്ങൾക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോവാ, എനിക്കിനി നിങ്ങളോട് താമസിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാമെന്നും പറഞ്ഞ് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാണ്. ഇത് കാണുന്ന മുന്തിരി ഹീറോയിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിന് മുന്തിരിയോട് ദേഷ്യമൊന്നുമില്ല. അവളുടെ അടുത്ത് ഇപ്പം നന്നായിട്ടാണ് സംസാരിക്കുന്നത്. എന്തോ നന്നായിട്ട് സംസാരിച്ചിട്ട് റൂമിൽ കയറി പോവാണ്. പിറ്റേന്ന് രാവിലെ ഹീറോയിൻ എങ്ങോട്ടാ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ഹീറോ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി, അതും പറഞ്ഞ് അവിടുന്ന് പോവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള പോലെ ജീവിക്കാമെന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. ഹീറോയിൻ നേരെ ചെല്ലുന്നത് ഹെവൻ സപ്പോർട്ട് സെന്ററിലാണ്. അവിടുത്തെ ഒരു ലേഡിയോട്, അതായത് സ്റ്റാഫിനോട് ഹീറോയിന്റെ അമ്മയുടെ ഡീറ്റെയിൽസ് എടുത്ത് തരാൻ പറയുന്നുണ്ട്. അമ്മയുടെ പേര് പറയുമ്പം അവർ സ്വർഗത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഹെവൻ സപ്പോർട്ട് സെന്ററിലുള്ള ആൾക്കാർക്ക് അമ്മയുടെ വീടോ അല്ലെങ്കിൽ അമ്മ ജീവിക്കുന്ന സ്ഥലമോ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അതിന് അവരുടെ സമ്മതം കൂടെ വേണം അമ്മയുടെ. എന്നാൽ ഹീറോയിന്റെ അമ്മയില്ലേ, ഏതമ്മയാണ് മോളെ കാണാൻ ആഗ്രഹിക്കാത്തത്, അതുകൊണ്ട് തന്നെ തരാൻ പറയുമ്പം അവർ തരത്തില്ലെന്നാണ് പറയുന്നത്. ഇത് കേട്ട് ദേഷ്യം വന്ന ഹീറോയിൻ 2 കൈ വെച്ച് ഇടിച്ച് കാണിക്കുകയാണ്. എനിക്ക് ആൾറെഡി 4 തെറ്റുകാർഡുണ്ട്, അതുകൊണ്ട് തന്നെ 2 ചെയ്തെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ ഇടിക്കും, മര്യാദയ്ക്ക് അത് എടുത്ത് തന്നോന്ന് പറഞ്ഞ് ആ സ്റ്റാഫിനെ മിരട്ടുകയാണ്. ഇങ്ങനെ മിരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസിഡന്റ് വരുന്നുണ്ട് കേട്ടോ. പ്രസിഡന്റ് ഹീറോയിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ റൂമിൽ കൊണ്ടിരുത്തി സംസാരിക്കുകയാണ്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ പാവപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് അറിയാം, പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നും പറഞ്ഞ് ഹീറോയിന്റെ അമ്മയുടെ, അതായത് അവര് ജീവിക്കുന്ന സ്ഥലമില്ലേ ഹീറോയിന്റെ അമ്മ, അത് എഴുതി കൊടുക്കുന്നുണ്ട്. അതിന്റെ അഡ്രസ്സും എങ്ങനെ അങ്ങോട്ട് പോകണമെന്നും ഉള്ള വഴി. ഈ പ്രസിഡന്റ് പാവമാണെന്ന് തോന്നുന്നു, ഹീറോയിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണോ എന്തോ, ചിലപ്പം പ്രായം നോക്കിയിട്ടായിരിക്കണം, പാവമല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നീട് ഹീറോയിൻ എങ്ങനെ പോകേണ്ടതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡിൽ പോയിരിക്കുകയാണ്. ഇതിപ്പോ 2025 ഹീറോയിന് പോകേണ്ടത് 1950 അമ്മ ജീവിച്ചിരുന്ന കാലം 1950 സ്വർഗത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം ട്രാവൽ ഒക്കെ ഉണ്ട് കേട്ടോ. ബസ് കയറിയിട്ട് വേണം ടൈം ട്രാവൽ ചെയ്ത് പോകാൻ. അങ്ങനെ ബസ് കയറി 1950 വരികയാണ്. ഈ 50 എന്ന് പറയുമ്പം ഒരു കളറ് മങ്ങലുണ്ട്, എന്താണെന്തോ. പിന്നീട് രാത്രി ആകുമ്പോഴാണ് അമ്മയുടെ വീട്ടിന്റെ അടുത്ത് എത്തുന്നത്. ഒരു മലമുകളിലാണ്. ആ മലമുകളിൽ കൂടെ നടന്നു പോകുമ്പോൾ വെളിച്ചമില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, കുറച്ച് വെളിച്ചം കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ ഇവിടെ പ്രസിഡന്റ് ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തിട്ട് ചന്ദ്രന്റെ വെളിച്ചം കൂട്ടുകയാണ്. അങ്ങനെ ഈ ചന്ദ്രന്റെ വെളിച്ചം കണ്ട് നടന്നു പോവുകയാണ്. അവസാനം തളർന്നൊരിടത്ത് ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് വിചാരിക്കുന്നുണ്ട്, ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിലെന്ന്. അതും പ്രസിഡന്റ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യുമ്പോൾ, അതായത് കീബോർഡ് വെച്ച് പ്രോംപ്റ്റ് കൊടുക്കുക എന്ന് തോന്നുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നുണ്ട്. സൂര്യൻ ഉദിച്ച ഉടനെ ഹീറോയിന് മനസ്സിലായി അവൾ ആരോ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കാതെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അവസാനം നടന്ന് ഒരു കുടില് പോലത്തെ സംഭവം കാണുന്നുണ്ട്. 1950 വീടാണ് കേട്ടോ. അതുകൊണ്ടാണ് കുടില് പോലത്തെ വീട്. ആ കുടിലിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഇല്ല, പക്ഷെ കുറെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഹീറോയിന്റെ അമ്മ വരികയാണ് കേട്ടോ. ഹീറോയിന്റെ അമ്മ നല്ല ചെറുപ്പമാണ്. അമ്മയ്ക്ക് കണ്ടപ്പോഴേ മനസ്സിലായി അത് ഹീറോയിന്റെ അമ്മയുടെ മോളാണ്. ഹീറോയിൻ അത്ര പ്രായമായിരുന്നാലും ഏതമ്മയ്ക്കാണ് മോളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തത്? അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തിരിച്ചറിയാണ്. എന്റെ മോളെ എന്ന് പറഞ്ഞ് അമ്മ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് അമ്മ ഹീറോയിനെ വിളിച്ച് അകത്ത് വന്നിരുന്ന് സംസാരിക്കുകയാണ്. ഹീറോയിന് നല്ല വിഷമമുണ്ട് കേട്ടോ. മോളെ കാണാൻ തൊലിയൊക്കെ ചുരുണ്ടിട്ട് എന്താ പറയാ പ്രായമായി, എന്നാൽ അമ്മയെ കാണാൻ നല്ല ചെറുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ അമ്മയും അമ്മ മോളെയും പോലെ ഇരിക്കുന്നതെന്ന് ഹീറോയിൻ വിഷമപ്പെട്ട് പറയുന്നുണ്ട്. ഇത് കേട്ട അമ്മ, അതൊന്നും സാരമില്ല മോളെ, നിന്റെ ഹസ്ബൻഡ് നിന്റെ കൂടെ വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ വിചാരിക്കുന്നത്, അമ്മയ്ക്ക് എങ്ങനെ അറിയാം ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞെന്നൊക്കെ. സത്യം പറഞ്ഞ അമ്മ നേരത്തെ മരിച്ചു പോയതല്ലേ, ഹീറോയിന്റെ കുട്ടിക്കാലത്തെ മരിച്ചു പോയതല്ലേ. എന്നാൽ ഹീറോയിന്റെ മുത്തശ്ശി ഹീറോയിനോട് കള്ളം പറഞ്ഞതാണ്. ഹീറോയിന്റെ അമ്മ മരിച്ചു പോയിട്ടില്ല, ഹീറോയിന്റെ അമ്മ നാട് വിട്ടു പോയതാണ്. അങ്ങനെ പോയിട്ടും അമ്മയ്ക്ക് നല്ല സമാധാനം ഇല്ലായിരുന്നു, കുട്ടീനെ കളഞ്ഞിട്ട് പോയതുകൊണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിനും ഹീറോയിന്റെ ഗ്രാജുവേഷൻ സെറമണിക്ക് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കല്യാണത്തിനും വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഹീറോയിനോട് പറയുകയാണ്. പിന്നീട് ഹീറോയിന് ഭക്ഷണം വേവിച്ച്
കൊടുക്കണ്ടേ? അമ്മയുടെ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി, അതുകൊണ്ട് തന്നെ അമ്മയടുത്ത് പറഞ്ഞ് ഭക്ഷണം വേവിക്കുകയാണ്. എന്തോ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഈ കറി കഴിക്കുമ്പം ഹീറോയിൻ ഒന്ന് നൊസ്റ്റാൾജിക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഇമോഷന്റെ റോളർ കോസ്റ്റർ എന്ന് വേണമെങ്കിലും പറയാം. സങ്കടവും വിഷമവും സ്നേഹവും ഒക്കെ വരികയാണ്. ഇതിനുശേഷം നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. ഹീറോ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അവൻ പോസ്റ്റ്മാൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവൻ അവിടെ വന്നിട്ട് അവിടുത്തെ ഒരു ടെലിഫോണിൽ എന്തോ ഞെക്കും, എന്തോ നമ്പർ ഞെക്കുമ്പം അതിൽ നിന്ന് കുറെ അധികം ലെറ്റേഴ്സ് താഴെ വന്ന് വീഴാണ്. ഇപ്പൊ ഭൂമിയിലുള്ള ഒരാള് മരിച്ചുപോയ ഒരാളെ ആലോചിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ മെമ്മറീസ്, അവരുടെ നല്ല മെമ്മറീസ് ഒക്കെ ഒരു കത്തിലായിട്ട് സ്വർഗത്തിലുള്ളവർക്ക് കിട്ടും. അത് കളക്ട് ചെയ്യുന്ന ജോലിയാണ് ഹീറോ ചെയ്യുന്നത്. അതങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിലായിട്ട് ഒരു പയ്യൻ വന്ന് നിൽക്കുന്നുണ്ട്. ആ പയ്യന് ഹീറോനെ കാണാൻ പറ്റുന്നുണ്ട്. സാധാരണ സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരാളെ ആൾക്കാർക്ക് കാണാൻ പറ്റൂല, പക്ഷേ ഈ പയ്യന് കാണാൻ പറ്റുന്നുണ്ട്. അതായത് മരിച്ചുപോയ ആൾക്കാരെ ഈ പയ്യന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ആ പയ്യന്റെ കഴിവാണ്. അതേപോലെ ആ പയ്യന്റെ പ്രോമിസ് വാങ്ങുന്നുണ്ട്, എന്നെ കണ്ട കാര്യം ഈ ഭൂമിയിലുള്ള ആരോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ കുട്ടിയുടെ അമ്മ മരിച്ചു പോയതാണ്, ആ അമ്മയ്ക്ക് ലെറ്റർ കൊണ്ട് കൊടുക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ലെറ്ററും എടുത്ത് സ്വർഗത്തിൽ തിരിച്ചു വരികയാണ്. പ്രസിഡന്റിന്റെ റൂമിൽ കൊണ്ടാണ് അത് വെക്കുന്നത്. ആ നേരം പ്രസിഡന്റ് അങ്ങോട്ട് കയറി വന്ന് അവനോട് നന്ദി പറയുന്നുണ്ട്. കാരണം അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറോയിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ആരും ഇല്ലാത്ത സമയത്തും ഹീറോ സ്തംഭിച്ചു കിടന്നപ്പോഴും ഹീറോ അങ്ങ് ഇല്ലാണ്ടായി കിടന്ന സമയത്തും ഹീറോയിനാണ് അവനെ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിനക്ക് നല്ല യൗവനം കിട്ടുന്ന സമയത്ത് ഹീറോയിനെ ഒറ്റയ്ക്കാക്കാൻ പാടില്ല, നിന്നെ നന്നായിട്ട് നോക്കിയ ഒരാളാണ്, അതുകൊണ്ട് ഹീറോയിനെ ഒറ്റപ്പെടുത്താനും പാടില്ല. അതുപോലെ തന്നെ ഹീറോ ഈ ജോലി, അതായത് പോസ്റ്റ്മാനായിട്ടുള്ള ജോലി തിരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ? ഹീറോയ്ക്ക് ഭൂമി പോയിട്ട് ഹീറോയിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പറഞ്ഞപ്പോഴാണ് പ്രസിഡന്റ് ആ ജോലി അവന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഹീറോ ഭൂമിയിൽ വരുമ്പം ഹീറോയിൻ ഇങ്ങനെ നിരീക്ഷിക്കും. ഒരു ദിവസം ഹീറോയിൻ മുടിയനെ കുട നോക്കാൻ പഠിപ്പിച്ചില്ലായിരുന്നോ? അന്ന് ഹീറോയിന്റെ ദേഹത്ത് നല്ല വെളിച്ചം വന്നില്ലേ? അത് വേറൊന്നുമല്ല, ഹീറോ വന്ന് ഹീറോയിനെ കെട്ടിപ്പിടിച്ചതായിരുന്നു. ഹീറോയ്ക്ക് ഹീറോയിനെ ഒരുപാട് ഇഷ്ടമാണ്. ഇനിയിപ്പം ശാരീരിക ഭംഗിയിലല്ല അവ ഇഷ്ടപ്പെടുന്നത്. ഹീറോയിൻ അവൻ ആകെ ഒന്നും ഇല്ലാത്ത സമയത്ത് അവനെ നോക്കിയത് ഹീറോയിനാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അവന് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ പ്രസിഡന്റ് ഹീറോയിനോട് ഒരിക്കലും അവളെ നീ കൈവിടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഹീറോയിനെയാണ്. ഹീറോയിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കാണ്. ആ നേരം ഹീറോയിൻ രക്തബന്ധത്തിന്റെ അത്രയും ഒരു ഭർത്താവും വരത്തില്ലെന്ന് അമ്മേനോട് പറയുന്നുണ്ട്. ഇത് കേട്ട അമ്മ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മ ആൾറെഡി ഒരു കല്യാണം കഴിച്ചതാണ്. കഥയാണ് കേട്ടോ, യഥാർത്ഥത്തിൽ നടന്നൊരു കഥ. അത് ഹീറോയിനോട് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മ ഒരു ദിവസം വീട്ടിൽ നിന്നപ്പോൾ അമ്മയുടെ ഭർത്താവ്, അതായത് ഹീറോയിന്റെ അച്ഛൻ, രണ്ടാമതൊരു പെണ്ണ് കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന്. ആ പെണ്ണിനെ കാണാൻ ഇച്ചിരി കൂടെ ഭംഗിയാണ്. ഹീറോയിന്റെ അമ്മയെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്, കാരണം മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നില്ല. എന്നാൽ ഈ പാവപ്പെട്ട അമ്മ വീട്ടിലെല്ലാ ജോലിയും ചെയ്യും. അതുമാത്രമല്ല അമ്മായി അമ്മ വരെ അച്ഛനെ പിന്നെ രണ്ടാമത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെയാണ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് നല്ല രീതിയിൽ ഫുഡ് വിളമ്പി കൊടുക്കും. എന്നാൽ അമ്മായി അമ്മ നമ്മുടെ അമ്മയോട് നന്നായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്. അവരെ ജോലി ചെയ്യിപ്പിക്കുക, എന്തോ ഒരു യന്ത്രം പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ രണ്ടാമത് കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി ഗർഭിണിയായി. ആ ഗർഭിണി പ്രസവിക്കുകയും ചെയ്ത് ആ കുട്ടീനെ അച്ഛനും അമ്മയ്ക്കും നോക്കാൻ വയ്യ, അതായത് രണ്ടാനമ്മയ്ക്കും നോക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ആ കുട്ടീനെ നോക്കിയിരുന്നത് നമ്മുടെ അമ്മയായിരുന്നു. ആ കുട്ടി രാത്രി ഉറങ്ങാതെ കിടന്ന് കരയും. അതിനെ എടുത്തോണ്ട് നടക്കുന്നത് ഈ അമ്മയാണ്. ഈ സമയം മറ്റേ നാറികൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവർക്ക് ഈ കുട്ടി ഒരു ശല്യമാണ് കേട്ടോ. ഹീറോയിൻ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പുറത്ത് നടക്കില്ലേ, അപ്പൊ ഇങ്ങനെ കുട്ടി കരയും. കരയാതിരിക്കാനാ പുറത്ത് നടക്കുന്നത്. ഇവരുടെ ബെഡ്റൂം തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ട് എന്താ പറയാ, അങ്ങോട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവർക്ക് ആ കുട്ടീനെ ഇഷ്ടമല്ല. അതായത് കുട്ടിക്ക് ജന്മം കൊടുത്തതേ ഉള്ളൂ, ഒരു അമ്മയുടെ സ്നേഹമൊന്നും അവര് കൊടുത്തിട്ടില്ല ആ കുട്ടിക്ക്. പക്ഷെ അമ്മയുടെ സ്നേഹം എല്ലാം കൊടുത്തത് നമ്മുടെ അമ്മയാണ്. അതുപോലെ തന്നെ ഒരു ദിവസം അച്ഛനും രണ്ടാം കെട്ടുകാരി അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ലല്ലേ, രണ്ടാം ഭാര്യ എന്ന് പറയാം. അച്ഛനും രണ്ടാം ഭാര്യയും കൂടെ ഒരു ടൂറിന് പോവാണ്. കുട്ടിക്ക് ജന്മമൊക്കെ കൊടുത്തിട്ട് അതിന്റെ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ അവസാനമായിട്ടാണ് അവർ ആ ട്രിപ്പിന് പോയത്. അവര് ഒരു ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു പോയി. ഈ കാര്യമെല്ലാം ഹീറോയിനോട് അമ്മ പറയുകയാണ്. അപ്പൊ ഹീറോയിൻ ചോദിക്കുകയാണ്, എനിക്കപ്പോ അനിയത്തിയോ ചേച്ചിയോ എല്ലാം ഉണ്ടല്ലേ, ആ കുട്ടി ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ വിഷമപ്പെട്ട് പറയാണ്, ആ കുട്ടിയാണ് നീ എന്ന്. അതായത് സത്യം പറഞ്ഞാൽ ഈ അമ്മയുടെ മോളല്ല ഹീറോയിൻ. എന്നാലും അമ്മയ്ക്ക് നമ്മുടെ ഹീറോയിനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മോളെ പോലല്ലാതെ അവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്തബന്ധം ബാധകമല്ലാന്ന് അമ്മ ഹീറോയിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഉറക്കം എണീക്കുമ്പോൾ ഹീറോയിൻ കാണുന്നത് ഹീറോ അവിടെ വന്നിട്ടുണ്ട്. പിറകെ തന്നെ ഹീറോയിന്റെ അമ്മ ഇറങ്ങി വരുന്നുണ്ട്. അമ്മയെ കണ്ടതോടെ ബഹുമാനത്തോടെ അവൻ എന്താ പറയാ, അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അതായത് കുമ്പിട്ടിരിക്കുകയാണ് അവിടെ. പിന്നീട് ഹീറോയിനെയും വിളിച്ച് ബസ് കയറി ഹീറോയിനും അവരുടെ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ ഹീറോയിൻ ഒരു കാര്യം പറയുന്നുണ്ട്, രക്തബന്ധത്തിനെ കാട്ടിയും എത്രയോ വലുതാണ് ഞാനും എന്റെ ഹസ്ബൻഡും തമ്മിലുള്ള ബന്ധമെന്ന് ഹീറോയിനോട് പറയുന്നുണ്ട്. ഇപ്പം ഹീറോയിന്റെ ചിന്താഗതി മാറിയിട്ടുണ്ട്. പിന്നീട് അവര് രാത്രിയാവുന്നുണ്ട് കേട്ടോ വരുന്നത് അവരുടെ നാട്ടില്. അങ്ങനെ അവര് നടന്നു വരുമ്പോ തന്നെ ഹീറോയിനോട് കണ്ണടച്ചിട്ട് എന്റെ കയ്യിൽ പിടിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ
അത്ഭുതമായിട്ടുള്ള ഒരു ലോകം കാണിച്ചു തരാന്ന് ഇതും പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് നല്ല റൊമാൻറ്റിക് ആയിട്ട് നടന്നു വരികയാണ്. ഈ നേരം നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ ആ വീട്ടിന്റെ പുറത്ത് നിൽക്കുകയാണ് ഇവരെ കാത്തിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് എന്തോ ഒരു രൂപം വന്ന് അവളെ ആക്രമിക്കുകയാണ്. പ്രേതം പോലെയാണ് ഇരിക്കുന്നത്. ഇതും കാണിച്ചുകൊണ്ടാണ് 3ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.